തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് പോലും LDFന് ഒരു പ്രതിപക്ഷത്തെ പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ലാത്ത ഒരു ജില്ലയും കൂടെയാണ് മലപ്പുറം. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും മികച്ച തോതിൽ UDFന് ഏറ്റവും നല്ലൊരു മാർജിനിൽ ഏറ്റവും കൂടുതൽ MLA സമ്മാനിക്കാൻ പറ്റുന്ന എല്ലാ കാലത്തും എന്നതുപോലെ പറ്റുന്ന ഒരു മണ്ഡലം ജില്ല തന്നെയായിരിക്കും മലപ്പുറം എന്നാണ് തോന്നുന്നത്. അതിപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ 16 നിയോജക മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇത് നമ്മുടെ ഈ കേരളത്തിൻ്റെ വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഒരു പ്രധാന ഹേതുവായി വർത്തിച്ചതാണ് ഈ മലപ്പുറം ജില്ലാ രൂപീകരണം. മാത്രമല്ല, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്നറിയാം, എന്നോട് PK നാരായണ പണിക്കരും വെള്ളാപ്പള്ളി നടേശനും ക്രൈസ്തവ സഭകളും ഒരുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്. വാഴൂർ, കല്ലൂപ്പാറ 2 മണ്ഡലങ്ങൾ ഇല്ലാതായപ്പോഴാണ് മലപ്പുറത്ത് 2 സീറ്റ് കൂടിയത്. വാഴൂർ സീറ്റ് നായർ സീറ്റും കല്ലൂർപ്പാറ ചെറിയ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സീറ്റുമാണ്. അപ്പം ഞങ്ങളുടെ 2 സീറ്റിൽ പോയപ്പോൾ അവിടെ 2 സീറ്റ് കൂടി. ഇവിടുന്ന് തുടങ്ങുന്നു നമ്മൾ ഈ വെള്ളാപ്പള്ളി ഇപ്പോൾ ഈ അച്ഛന്മാരും ഒക്കെ പറയുന്ന ഈ കേരളത്തിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് ഈ മലപ്പുറത്ത് 2 സീറ്റ്. അത് 2011 സംഭവം. അന്ന് ഞാൻ കലാമന്ദിൽ വർക്ക് ചെയ്യണം. അപ്പോൾ കലാമന്ദിക്ക് വേണ്ടി ഞാൻ അന്ന് ഇലക്ഷൻ്റെ ഇതിന് വേണ്ടി പോയപ്പോഴേക്കും ഈ 2 സീറ്റ് കൂടിയത് മലപ്പുറത്ത് കൂടാൻ കാരണം മധ്യ തിരുവിതാംകൂറിലെ 2 സീറ്റ് കുറഞ്ഞാണ്. അപ്പോൾ അവിടെ മധ്യ തിരുവിതാംകൂർ ജനസംഖ്യ കുറയുകയും മലപ്പുറത്ത് ജനസംഖ്യ കൂടുകയും ചെയ്യുന്നത് ഇപ്പോൾ ഈ നരേഷൻ ഉണ്ടല്ലോ, ഈ നരേഷൻ തുടങ്ങാനുള്ള പ്രധാന കാരണം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 16 സീറ്റ് എന്ന് പറയുന്നത് ലീഗിന് 76% മുസ്ലിം പോപ്പുലേഷനുള്ള ജില്ലയാണ് മലപ്പുറം. അവിടെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പൊന്നാനി ഒഴിച്ച് പൊന്നാനിയും കൂടെ നോക്കുകയാണെങ്കിൽ UDFന് ക്ലീൻ സ്വീപ്പ് ഉണ്ടാകുന്ന ഏക ജില്ല എന്ന് പറയുന്നത് എറണാകുളം കഴിഞ്ഞ, അല്ലെങ്കിൽ മലപ്പുറവും എറണാകുളമാണ് യഥാർത്ഥത്തിലേക്ക് വരാം. നമുക്ക് ക്ലീൻ സ്വീപ്പ് ഉണ്ടാകുന്ന ജില്ലകളൊന്നാണ് ഈ മലപ്പുറം. അവിടെ UDFൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു പോകുന്ന ലീഗ് വിരോധികളായ കോൺഗ്രസ് നേതാക്കളെയും ലീഗ് വിരോധികളായ മുൻ ലീഗുകാരെയും ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ തന്ത്രം CPM പയറ്റുമ്പോൾ മാത്രമാണ് CPMന് LDFന് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. അതിനപ്പുറത്തേക്ക് ആർക്കും ചെയ്യാനില്ല. 2026 തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു തന്ത്രം പയറ്റുന്നത് കൊണ്ട് കാരണം KT ജലീലും അബ്ദുൾ റഹ്മാനും ഒക്കെ സാച്ചുറേറ്റഡ് ആയി. ഇനി അവരാവശ്യമുള്ള കളി നടക്കില്ല. അതെ, ജലീൽ സ്ഥാനാർത്ഥിയാവുന്നില്ല എന്നുള്ള ഒരു. അതെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഒരു ക്ലീൻ സ്വീപ്പ് തന്നെയാണ് UDFന്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ മുഴുവൻ സീറ്റുകളും പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് UDF പോവുകയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. എന്താ ജേക്കബിൻ്റെ തോന്നല്? പോസിബിളാണ്. അത് നമ്മളതില്ല എന്ന് പറയേണ്ടതില്ല. അത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ഒരു ഇൻഡിക്കേഷൻ വെച്ച് നോക്കുമ്പം അങ്ങനെ തന്നെയുണ്ട്. അത് സത്യത്തിൽ ഈ മലപ്പുറത്തെ നമ്മൾ മുസ്ലിം കൺസോളിഡേഷൻ എന്ന് പറയുമല്ലോ, മലപ്പുറത്തെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ജില്ല കൂടിയാണത്. അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്ന കമ്മ്യൂണൽ പ്രോപ്പഗാൻഡ കൂടി ഞാനത് നേരത്തെ കാണുകയാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഏറ്റവും അധികം ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരുന്നൊരു ജില്ലയാണ് മലപ്പുറം. മുസ്ലിം ലീഗിൽ നിന്നും വരുന്ന ടേൺ കോട്ട്സ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് ജയിക്കണം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരു ബേസ് വോട്ട് വേണമല്ലോ. ഇപ്പോൾ താനൂർ പോലെ അല്ലെ തവനൂർ പോലെ ഉള്ളൊരു മണ്ഡലത്തിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർ കൊണ്ടുവരുന്ന 10-15,000 വോട്ട് കൊണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തില്ല. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രത്യേകിച്ച് CPMൻ്റെ കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലത്തെ വളർച്ച, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച എന്നുള്ളത് ഫിനോമിനലായിരുന്നു. ആ വളർച്ച പക്ഷെ അത് വളരെ സ്ലോ പ്രോഗ്രസ്സാണ്. സ്ലോ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേസ് വളരെ, അത് ഇലക്ഷനിലേക്ക് റിസൾട്ട് വരണമെങ്കിൽ ഇലക്ഷൻ നമ്പർ കൂടും, SFIക്കാരുടെ എണ്ണം കൂടും. പക്ഷെ അത് ഇലക്ഷനിൽ വന്ന് ജയിച്ച് ഈ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലേക്ക് വോട്ട് ചെയ്യാൻ പാകത്തിലുള്ള ഒരു രാഷ്ട്രീയം വരണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം. അത് എത്രത്തോളം മുമ്പോട്ട് കൊണ്ടുപോകാൻ LDFന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പണ്ട് ഓർക്കുന്നില്ല, മദനിയെ കൂടി ഒരു എക്സ്പെരിമെൻറ്റ് CPM നടത്തിയത്. സത്യത്തിൽ അത് CPM നടത്തിയ ഏറ്റവും വലിയ സംബന്ധമായിട്ടുള്ള എക്സ്പെരിമെൻ്റാണ്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം പാലോളി മുഹമ്മദ് കുട്ടി ആ നാട്ടുകാരനായ ഒരു കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ കൊണ്ട് നടക്കുന്ന ഒരു പൊളിറ്റിക്സ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് കുറുക്കുവഴിക്ക് വേണ്ടി പോയതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മുസ്ലിം കൺസോളിഡേഷൻ എന്ന് പറയുന്നത് നമ്മളതിനെ മൊത്തത്തിൽ എടുക്കുന്നതിന് പകരം ഇതിൻ്റെ അകത്ത് ആളുകൾ എന്തുകൊണ്ട് LDFന് നേരത്തെ വോട്ട് ചെയ്തിരുന്ന ആളുകൾ എന്തുകൊണ്ട് ഇപ്പോൾ വോട്ട് ചെയ്യുന്നില്ല, ഭരണം കൊണ്ടല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാരണം. ഭരണം മോശമായതുകൊണ്ട് ശരി ഞങ്ങളിനി LDF സർക്കാരിന് വോട്ട് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം കേരളത്തിലെ ഒരു മനുഷ്യന് എടുക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വോട്ട് ചെയ്ത ആളുകൾ ഇപ്പോൾ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടത് LDFൻ്റെ ഉത്തരവാദിത്വമാണ്, CPMൻ്റെ ഉത്തരവാദിത്വമാണ്. അത് വളരെ പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല, പക്ഷേ ലോങ് ടൈമിലെങ്കിലും അത് അഡ്രസ്സ് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞ ഇതേ പ്രശ്നം നമ്മളിനി അങ്ങോട്ട് കേൾക്കാൻ വേണ്ടി പോകുന്നത് ഈ മലപ്പുറത്തെ ജനസംഖ്യ കൂടുന്നു, അവിടുത്തെ അസംബ്ലി സീറ്റ് കൂടുന്നു,
മുസ്ലിങ്ങളുടെ പൊതുജീവിതത്തിലുള്ള പ്രത്യക്ഷപ്പെടൽ കൂടുന്നു എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ട കാര്യം. 1921 മലബാർ കലാപത്തിന് ശേഷം നമ്മുടെ പൊതുജീവിതത്തിൽ നിന്നും മുസ്ലിം പ്രാധാന്യം പ്രസൻസ് പ്രാക്ടിക്കലി ഇല്ലാണ്ടായി എന്ന് നമ്മൾ കണക്കാക്കണം. അവിടെ നിന്ന് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ സ്വയം മാറി നിന്ന് മലബാർ കലാപം കൊണ്ട് വളരെയധികം നഷ്ടമുണ്ടായ ഒരു സമുദായം പതുക്കെ പിടിച്ചു കയറാണ്. അവർ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് അതിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവർ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് ആ സമുദായം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ അതിനെ കമ്മ്യൂണലായിട്ട് കാണാനുള്ള ശ്രമം വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഇപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിപ്പോൾ എല്ലാ പാർട്ടികളുടെയും ചെറുപ്പക്കാരുടെ നേതൃനിരയിൽ മുസ്ലിം പേരുകളുണ്ട്. ഇത് കാണുമ്പോഴേ ഇത് നേരത്തെ കേരളത്തിലെ ഉന്നത ജാതിക്കാരായ മനുഷ്യർക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരുന്ന പല സ്ഥലങ്ങളിലും മുസ്ലിങ്ങൾ അവരുടെ കഴിവ് കൊണ്ട് അവർ കയറി വരുന്നുണ്ട്. ഇത് കാണുമ്പോഴേ വിരളി പിടിക്കാനുള്ള ഒരു നൃശംസതയുടെ ഒരു രാഷ്ട്രീയം കേരളത്തിൽ പലയിടത്തും നടക്കുന്നുണ്ട്. നമ്മൾ ഇതിനെ വളരെ ലൈറ്റായിട്ട് കാണരുത്.